ഭാരതീയ ജനതാ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ CPM മാർക്സിസ്റ്റ് കാബാലികരാൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 25 വർഷം തികഞ്ഞു. CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ, മറുത്തൊരു വാക്കു പറയാൻ ധൈര്യമുള്ള ഒരാൾ പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ, ഇൻക്വിലാബ് സിന്ദാബാദിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ ശബ്ദം ഉയരാൻ പാടില്ലാത്ത കവലകൾ, ചുവന്ന കൊടിയല്ലാത്ത മറ്റൊന്ന് വഹിച്ചുകൊണ്ടുള്ള കൊടിമരങ്ങൾ പാടില്ലാത്ത വഴിയോരങ്ങൾ, പാർട്ടിക്കാരല്ലാത്ത മറ്റാരെങ്കിലും അന്യദേശത്ത് നിന്നെത്തിയാൽ ചോദ്യം ചെയ്യലിനും സൂക്ഷ്മ പരിശോധനയ്ക്കും വിധേയമാകേണ്ടി വരുന്ന കർശനമായ എമിഗ്രേഷൻ വ്യവസ്ഥകൾ, അലിഖിതമായി നിലവിലുള്ള പ്രദേശങ്ങൾ, അക്ഷരാർത്ഥത്തിൽ ശക്തി കേന്ദ്രങ്ങൾ. ചുവന്ന കൊടിയുടെ ഭീകരതയിൽ അവർ എതിർക്കുന്നവരെ അടിച്ചമർത്തിക്കൊണ്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ടും മുന്നേറി. കണ്ണൂരിലെ ഈ മാർക്സിസ്റ്റ് സർവാധിപത്യത്തിനും ആക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തുകയും യുവാക്കളെയും പൊതുസമൂഹത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് CPMന്റെ ദുഷ്ടചെയ്തികളെ തുറന്നു കാണിക്കുകയും ചെയ്ത ജയകൃഷ്ണൻ മാസ്റ്റർ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കരടായിരുന്നു. കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ക്രൂരവും നിന്ദ്യവുമായ സംഭവമായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം. 1999 ഡിസംബർ 1 പകൽ 10:30 മൊകേരി LP സ്കൂളിലെ 6ാം ക്ലാസ് മുറിയിൽ 40ഓളം കുട്ടികളുടെ മുന്നിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്ററെ CPM നരാധമന്മാർ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. CPM അക്രമത്തെ ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ക്ലാസ് മുറിയിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് വെട്ടേറ്റ് പിടഞ്ഞു മരിക്കേണ്ടി വന്നു ആ അധ്യാപകന്. ആ കൊലപാതകത്തെ ഇന്ത്യ മുഴുവൻ അപലപിച്ചു എങ്കിലും അതിനെ ന്യായീകരിക്കാൻ CPM നേതൃത്വം രംഗത്ത് വരികയാണ് ചെയ്തത്. ജയകൃഷ്ണൻ മാസ്റ്റർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വായിക്കാനിടയായി. ആ കുറിപ്പ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. അത്രയും മൃഗീയമായിരുന്നു ആ ശരീരം. കണ്ണ് ചൂഴ്ന്നെടുത്ത കൈപ്പത്തിയിലെ ഒരു വിരൽ മുറിച്ചു മാറ്റി നാക്കിന്റെ പാതി മുറിച്ച്. എന്തിനാണെന്നറിയോ? വടകര പാർലമെന്റ് മണ്ഡലത്തിൽ OK വാസു മാസ്റ്റർ മത്സരിക്കുന്ന സമയത്ത് ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു ജയകൃഷ്ണൻ. ആ ഇലക്ഷൻ സമയത്താണ് P. ജയരാജനെതിരെ നടന്ന ഒരു സംഭവത്തിന് ശേഷം ജയകൃഷ്ണനെതിരെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ജയകൃഷ്ണനോട് പാർട്ടി പറഞ്ഞു, ശ്രദ്ധിക്കണം, അപകട മേഖലയാണ്. എന്നാൽ ജയകൃഷ്ണന് അങ്ങനെ ഒരു പേടിയേ ഉണ്ടായില്ല. അതിനുശേഷം ഭീഷണി ഉണ്ടാവുന്നു. 2-3 പ്രാവശ്യം ആക്രമണങ്ങളും ഉണ്ടായി. നേരിയ വ്യത്യാസത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഞങ്ങൾക്കുറപ്പായി ജയകൃഷ്ണൻ ടാർഗറ്റഡ് ആണ് എന്ന്. പാർട്ടിയിൽ ഞങ്ങൾ സംസാരിച്ചു. മുകുന്ദേട്ടൻ പറഞ്ഞു, ജയകൃഷ്ണനോട് അവിടുന്ന് മാറാൻ പറയണം. ഞാൻ ജയകൃഷ്ണനോട് പറയുന്നതിന് മുന്നേ തീരുമാനിച്ചു കണ്ണൂരിൽ നിന്ന് ജയകൃഷ്ണനെ മാറ്റി പാലക്കാടിന്റെ ചാർജ് നൽകാൻ. അത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജയകൃഷ്ണനോട് സംസാരിച്ചു. ഒരു കാരണവശാലും എന്നെ കണ്ണൂരിൽ നിന്ന് മാറ്റരുത്. കണ്ണൂരിൽ നിന്ന് മാറ്റുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇപ്പോൾ എന്നെ കണ്ണൂരിൽ നിന്ന് മാറ്റിയാൽ CPM പ്രചരിപ്പിക്കും പേടിച്ചിട്ട് മാറ്റിയതാണെന്ന്. അങ്ങനെ പേടിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മരിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ വെച്ച് തന്നെ മരിക്കണം എന്നതാണ് നിലപാട് എന്നും ജയകൃഷ്ണൻ പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചിട്ടും അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം പാർട്ടി നേതൃത്വത്തെ കൊണ്ട് ഞാൻ പറയിച്ചു. അവരോടും ഇത് തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചുമതല മാറ്റിക്കൊള്ളൂ, പക്ഷേ കണ്ണൂരിൽ നിന്ന് ഞാൻ പോവില്ല. അവസാനം പാർട്ടി അയാൾക്ക് വഴങ്ങി. ശ്രദ്ധിക്കണം എന്ന മുൻകരുതലോടെ കണ്ണൂരിലെ പല പരിപാടികളിൽ നിന്നും ജയകൃഷ്ണനെ ഫ്രീ ആക്കാനും പെട്ടെന്ന് പറഞ്ഞുവിടാനും ബോധപൂർവം ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. കാരണം അന്ന് അങ്ങനെയായിരുന്നു ആ പ്രദേശം. ഡിസംബർ 1 രാവിലെ ഞാൻ ജയകൃഷ്ണനെ വിളിച്ചു. വയനാട്ടിൽ നിശ്ചയിച്ച പരിപാടിക്ക് ജയകൃഷ്ണൻ പോയില്ലായിരുന്നു. അതല്പം പരുഷമായി തന്നെ സംസാരിച്ചു. പയ്യന്നൂരിൽ ഒരു സർവകക്ഷി യോഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സർവകക്ഷി യോഗമാണോ വലുത്? പാർട്ടി നിശ്ചയിച്ച പരിപാടിക്ക് പോവണ്ടേ? സ്കൂളിലേക്ക് ഇറങ്ങുകയാണെന്നും വൈകുന്നേരം സംസാരിക്കാമെന്നും പറഞ്ഞ് ജയകൃഷ്ണൻ ഫോൺ വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ജയകൃഷ്ണൻ പോയി എന്ന വിവരം വന്നു. ഞാൻ വടകര വീട്ടിലായിരുന്നു. ഞാനും കൃഷ്ണദാസേട്ടനുമാണ് ആദ്യം എത്തിയത്. അത്രയും മൃഗീയമായിരുന്നു ആ ശരീരം. കണ്ണ് ചൂഴ്ന്നെടുത്ത് കൈപ്പത്തിയിലെ ഒരു വിരൽ മുറിച്ചു മാറ്റിയിരുന്നു. ഒരു നേതാവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? സർവകക്ഷി യോഗത്തിൽ ജയകൃഷ്ണൻ മാഷ് വിരൽ ചൂണ്ടി സംസാരിച്ചതിന് നാക്കിന്റെ പകുതി മുറിച്ചു മാറ്റിയിരുന്നു. CPMനെതിരായി സംസാരിക്കുന്ന നാക്കിനി ഉണ്ടാവില്ലെന്ന പാഠം. കൊത്തിപ്പിളർന്ന ശരീരത്തിൽ മണൽ വാരിയിട്ടു. കൃഷ്ണദാസേട്ടൻ തളർന്നു വീടുപോയി. കേരളത്തിൽ ഇതുവരെ കാണാത്തൊരു കൊലപാതകമായിരുന്നു ജയകൃഷ്ണൻ മാഷുടേത് എന്ന് MT ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴെങ്കിലും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ തള്ളിപ്പറയുകയാണ് എങ്കിൽ, എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പരിതപിക്കുകയാണ് എങ്കിൽ, ജീവൻ കൊടുത്തും ഇത് സംരക്ഷിച്ചവരെ ഓർത്തു നോക്കുക. അന്ന് തീരും നിങ്ങൾ ിരിക്കുന്ന തട്ട് മുകളിൽ തന്നെയാണ് എന്ന ബോധം. ജയകൃഷ്ണൻ മാഷ്ക്ക് പ്രണാമം. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.